വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയുടെ 5ാമത്തെ അധ്യായമായ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നേരിട്ട് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2018 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ആരാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ BRS തയ്യാറാക്കുന്നത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള 4 ഓപ്ഷനുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ബാങ്ക്, ഓപ്ഷൻ ബി ഡെപ്പോസിറ്റർ, ഓപ്ഷൻ സി ക്രെഡിറ്റർ, ഓപ്ഷൻ ഡി ഡെപ്റ്റർ. അപ്പോൾ ആരാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ BRS തയ്യാറാക്കുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഡെപ്പോസിറ്റർ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ BRS തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡെപ്പോസിറ്റർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2016 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു റീകൺസിൽ ദ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് ഓൺ എ സർട്ടൻ ഡേറ്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാഷ് ബുക്കിൻ്റെയും പാസ്ബുക്കിൻ്റെയും ബാലൻസ് റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് തയ്യാറാക്കുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? ഡെപ്പോസിറ്റർ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എയുടെ ആൻസർ ഡെപ്പോസിറ്റർ എന്നാണ്. ഓപ്ഷൻ ബി റൈറ്റ് എനി 1 കോഡ്സ് ഫോർ ഡിഫറൻസ് ഇൻ ദി പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക് ബാലൻസ്. പാസ്ബുക്കിലെയും ക്യാഷ് ബുക്കിലെയും ബാലൻസ് വ്യത്യാസം വരാനുള്ള ഒരു കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാരണം? ഒരു കാരണം എന്താണ്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ചെക്ക് നമ്മളെ കസ്റ്റമർക്ക് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്ന് കുറച്ച് കാണിച്ചിട്ടുണ്ട്. ആ കസ്റ്റമർ ചെക്ക് ക്യാഷാക്കി മാറ്റാത്തത് കൊണ്ട് പാസ്ബുക്കിലെ ബാലൻസ് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് ഡിഫറൻസ് വരാനുള്ള ഒരു കാരണം. അടുത്തൊരു ക്വസ്റ്റ്യന് 2015 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ പാസ്ബുക്ക് ₹12,000 വാസ് റെക്കോർഡഡ് ആസ് ₹1,200. പാസ്ബുക്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു 12,000 രൂപ. പക്ഷേ നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തത്, ക്യാഷ് ബുക്കിൻ്റെ ബാങ്ക് കോളത്തിൽ റെക്കോർഡ് ചെയ്തത് 12,000 പകരം 1,200 എന്നാണ്. ദിസ് എറർ വിൽ കോഡ്സ് എ ഡീക്ലൈൻ ഇൻ ദി ക്യാഷ് ബുക്ക് ബൈ ₹. ഈ ഒരു മിസ്റ്റേക്ക് കാരണം ക്യാഷ് ബുക്കിൽ എത്ര രൂപയാണ് കുറയുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 12,000, ഓപ്ഷൻ ബി 6,000, ഓപ്ഷൻ സി 10,800, ഓപ്ഷൻ ഡി 1,200. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 10,800 ആണ്. കാരണം 12,000 എന്നുള്ളതിന് പകരം ക്യാഷ് ബുക്കിൽ 1,200 എന്നാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമാണ് വരുന്നത്? 12,000 നിന്ന് 1,200 കുറച്ചാൽ 10,800 എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 10,000. അടുത്ത ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സുനിതാസ് ക്യാഷ് ബുക്ക് ഷോഡ് ആൻ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹12,000 ബട്ട് ഹെയർ പാസ്ബുക്ക് ഷോഡ് ആൻ ഓവർഡ്രാഫ്റ്റ് ബാലൻസ് ഓഫ് ₹20,000. സുനിതയുടെ ക്യാഷ് ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് 12,000 രൂപയാണ്, പാസ്ബുക്കിലെ ഓവർഡ്രാഫ്റ്റ് 20,000 രൂപയാണ്. സ്റ്റേറ്റ് എനി 3 റീസൺ ഫോർ ദിസ് ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് വ്യത്യാസം വരാനുള്ള 3 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 1 ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, 2 ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ്,
3 ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസ് ഡിഫറൻസ് വരാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2015 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വൈൽ പ്രിപ്പയറിംഗ് എ ക്യാഷ് ബുക്ക് ദ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വിൽ ഹാവ് ഡാഷ് ബാലൻസ് ഇൻ ദി ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുമ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണെങ്കിൽ അത് ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിൻ്റെ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ വരിക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എവിടെയാണുള്ളത് ഉണ്ടാവുക? ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് കോളത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ക്രെഡിറ്റ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യന് 2019 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഡസ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ആസ് ഷോൺ ബൈ പാസ്ബുക്ക് ഇംപ്ലൈസ്? പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ്. പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെപ്പോസിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഗീവ് എനി 2 സിറ്റുവേഷൻ വിച്ച് ഇൻക്രീസ് ദ പാസ്ബുക്ക് ബാലൻസ് വൈൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസ് കൂടാനുള്ള 2 കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണ്? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. രണ്ടാമത്തത് ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ഔട്ട് എനി 2 ഐറ്റം വിച്ച് വിൽ ഇൻക്രീസ് ദി എമൗണ്ട് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് കൂടാനുള്ള 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്ലിയർഡ്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടില്ല. 2 ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി പാസ്ബുക്ക് ആർ സെയിം ആസ് ദേറ്റ് ഓഫ്. പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷന് ഏതിലെ പോലെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി ക്യാഷ് കോളം ഓഫ് ക്യാഷ് ബുക്ക്, ഓപ്ഷൻ സി റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക് ആണ്. കാരണം പാസ്ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ രേഖപ്പെടുത്തുന്നത് ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലാണ്. അപ്പോൾ പാസ്ബുക്കിലെ അതേപോലെ ബാലൻസ് കാണാൻ സാധിക്കുന്നത് ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളത്തിലാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്കാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പാസ്ബുക്ക് ഈസ് എ കോപ്പി ഓഫ്. പാസ്ബുക്ക് ഏതിൻ്റെ കോപ്പിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ക്യാഷ് കോളം ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിലെ ക്യാഷ് കോളം. ഓപ്ഷൻ ബി ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിലെ ബാങ്ക് കോളം. ഓപ്ഷൻ സി ക്യാഷ് ആൻഡ് ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിലെ ക്യാഷ് കോളവും ബാങ്ക് കോളവും. ഓപ്ഷൻ ഡി കസ്റ്റമർ അക്കൗണ്ട് ഇൻ ദി ബാങ്ക് ബുക്ക്, ബാങ്കിൻ്റെ കയ്യിലുള്ള അവരുടെ സിസ്റ്റത്തിലുള്ള അവരുടെ കമ്പ്യൂട്ടറിലുള്ള കസ്റ്റമറിൻ്റെ അക്കൗണ്ട്. അപ്പോൾ പാസ്ബുക്കിൽ നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ ആ ബാങ്കിലെ സ്റ്റാഫ് നമ്മുടെ പാസ്ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എവിടെ നോക്കിയിട്ടാണ്? അവരുടെ കമ്പ്യൂട്ടറിലുള്ള അവരുടെ കയ്യിലുള്ള ബാങ്കിൻ്റെ കയ്യിലുള്ള നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ്, കസ്റ്റമർ അക്കൗണ്ട് ഇൻ ദി ബാങ്ക് ബുക്ക്. ബാങ്കിലുള്ള കസ്റ്റമറിൻ്റെ അക്കൗണ്ടിലുള്ള അതേ ട്രാൻസാക്ഷൻസ് ആണ് പാസ്ബുക്കിലുണ്ടാവുക. അതുകൊണ്ടാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആയത്, കസ്റ്റമർ അക്കൗണ്ട് ഇൻ ദി ബാങ്ക് ബുക്ക് ആയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്.
നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.